السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉത്ബോധിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവം വസിയ്യത്ത് നൽകുകയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിൽ സദാ നിലനിർത്തിക്കൊണ്ടുപോകുവാൻ നമുക്കോരോരുത്തർക്കും സർവശക്തന്റെ എല്ലാവിധത്തിലുള്ള തൗഫീഖും ലഭിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യ മനസ്സുകൾക്ക് സമാധാനവും ആശ്വാസവും സ്വൈരജീവിതവും നിലനിൽക്കുവാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും അല്ലാഹു അവന്റെ വലിയ കാരുണ്യം മുഖേന ഈ ലോകത്ത് മനുഷ്യർക്കിടയിൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യനുണ്ടാകുന്ന ഒട്ടേറെ വികാരങ്ങളുണ്ട്. ഒരുപാട് രൂപത്തിലുള്ള ആഗ്രഹങ്ങളുടെ ഉടമയാണ് മനുഷ്യൻ. ആഗ്രഹങ്ങളെയും ആശകളെയും നേരായ മാർഗത്തിലൂടെ പൂർത്തീകരിക്കുവാൻ ആവശ്യമായ നിയമനിർദ്ദേശങ്ങൾ മാത്രമേ ഇസ്ലാമിലുള്ളൂ. വിശക്കുന്നവന് ഭക്ഷണം വേണം, പക്ഷേ എന്തും കഴിച്ചുകൂടാ, ഹലാലായതേ കഴിക്കാവൂ. ദാഹിക്കുന്നവന് ദാഹജലം വേണം, വെള്ളം വേണം, എന്തും കുടിച്ച് ദാഹം അടക്കിക്കൂടാ, അനുവദിക്കപ്പെട്ടതേ കുടിക്കാൻ പാടുള്ളൂ. ഭക്ഷണം പോലെ അതുപോലെ തന്നെ മനുഷ്യനുള്ള ഒരാവശ്യമാണ് അവന്റെ ലൈംഗികമായ ദാഹം. മനുഷ്യനിൽ ഊട്ടപ്പെട്ടിട്ടുള്ള ഒരു വികാരമാണ് കാമവും ലൈംഗികമായ മോഹവുമൊക്കെ. അത് നിവർത്തിക്കാനും ആ ആഗ്രഹം സഫലീകരിക്കുവാനും ആരുമായും സമീപിച്ചുകൂടാ, ആരുമായും ബന്ധപ്പെട്ടുകൂടാ, അനുവദിക്കപ്പെട്ട മാർഗങ്ങളിലൂടെ മാത്രമേ
അതും പൂർത്തീകരിക്കുവാൻ പാടുള്ളൂ എന്ന കണിശമായ നിർദ്ദേശം ഇസ്ലാമിനുണ്ട്. അള്ളാഹു മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ഒരു കാരുണ്യവുമാണത്. വിശപ്പിന് ഭക്ഷണം നിശ്ചയിച്ചതുപോലെ, ദാഹത്തിന് ദാഹജലം നിശ്ചയിച്ചതുപോലെ, മാനുഷികമായി തന്നിലടങ്ങിയിട്ടുള്ള ലൈംഗികമായ മോഹങ്ങളെ അടിച്ചമർത്തി ജീവിക്കാതെ അനുവദനീയമായ മാർഗത്തിലൂടെ അള്ളാഹു മനുഷ്യൻ അനുവദിച്ചിട്ടുള്ള ആ സുഖവും അനുഭവിക്കുവാൻ അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള ഹലാലായ മാർഗമാണ് വിവാഹം എന്ന് പറയുന്നത്. അത് അവൻ മനുഷ്യനോട് ചെയ്ത ഏറ്റവും വലിയ ഒരു കാരുണ്യവുമാണ്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് നിങ്ങളിൽ നിന്ന് തന്നെ അവൻ നിങ്ങൾക്ക് ഇണകളെ നിശ്ചയിച്ചു തന്നു എന്നത്. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇണകളെ നിശ്ചയിച്ചവനാണ് അല്ലാഹു. എന്തിനാണ് നിങ്ങൾ ഇണയെ സ്വീകരിക്കുന്നത്? ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾ അവളിലേക്ക് ആശ്വാസം കണ്ടെത്താൻ വേണ്ടി. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും സംഘർഷങ്ങളും ലഘൂകരിക്കപ്പെടാനും നിങ്ങളുടെ മനസ്സിന് ആനന്ദം പകരാനും ആശ്വാസം പകരാനും അള്ളാഹു നിശ്ചയിച്ചത് നിങ്ങളിൽ നിന്ന് തന്നെ അള്ളാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്നിട്ടുള്ള ഇണകളെ മാത്രമാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അള്ളാഹു നിങ്ങൾക്കിടയിൽ നിശ്ചയിച്ചു തന്നിരിക്കുകയാണ്. അതും അവന്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ്. മവദ്ദതൻ, സ്നേഹവും, അതുപോലെ തന്നെ വറഹ്മത്തൻ, കാരുണ്യവും. ഇണകൾ തമ്മിൽ നിലനിൽക്കുന്ന അഭേദ്യമായ ആ ബന്ധം, സുദൃഢമായ ആ ഇണക്കം ഒരിക്കലും ലംഘിക്കാനാവാത്ത നിലക്ക് ഏറ്റെടുത്ത കരാറിന്റെ പൂർത്തീകരണം എന്ന നിലക്ക് അവരിൽ എന്നും കാത്തുസൂക്ഷിക്കപ്പെടേണ്ടുന്ന മൂല്യവത്തായ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ബോധം അത് അല്ലാഹു നിശ്ചയിച്ചു തന്നതാണ്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ഇതിലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് അല്ലാഹു തആല പറയുകയാണ്. സഹോദരങ്ങളെ, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രയാസപ്പെടുന്ന മേഖലയാണ് പലപ്പോഴും പലർക്കും അവരുടെ കുടുംബജീവിതം. പലരും അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ ഇഷ്ടപ്പെടാതെ, വീട്ടിലുള്ള സ്വഭാവങ്ങളിൽ ആനന്ദം കണ്ടെത്താതെ, മനസ്സ് വളരെ സംഘർഷത്തിലായിക്കൊണ്ട് ബാഹ്യലോകത്ത് നേരം കളയാൻ വേണ്ടി നിർബന്ധിതരാകുന്ന ആധുനിക മനുഷ്യൻ ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അതുകൊണ്ട് ഇസ്ലാം പറയുന്നത്, മനുഷ്യ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകേണ്ടത് ഒരു നല്ല സമൂഹത്തിൽ നിന്നാണ്. ഒരു നല്ല സമൂഹം പിറവിയെടുക്കേണ്ടത് ഒരു നല്ല കുടുംബത്തിൽ നിന്നാണ്. ഒരു നല്ല കുടുംബം പിറവിയെടുക്കണമെങ്കിൽ പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന പുരുഷനും സ്ത്രീയും ഒന്നിക്കണം. അതുകൊണ്ടാണ് വിവാഹിതരാകാൻ ഉദ്ദേശിക്കുന്ന പുരുഷനോടും വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളോടും ഇസ്ലാം പറഞ്ഞത് മതബോധത്തിന് ഊന്നൽ നൽകണം എന്ന്. പെണ്ണിനെ തെരഞ്ഞെടുക്കുമ്പോൾ മതബോധമുള്ളവളെ തെരഞ്ഞെടുക്കണം. കുട്ടിക്ക് പുതിയാപ്പിളയെ തെരഞ്ഞെടുക്കുമ്പോൾ മതബോധമുള്ളയാളെ തെരഞ്ഞെടുക്കണം എന്ന് രക്ഷിതാക്കളോടും ഇസ്ലാം പറഞ്ഞത് അതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ ഏറ്റവും മനുഷ്യൻ ആശ്വാസം കണ്ടെത്തേണ്ടത് അവന്റെ ഭവനത്തിലാണ്. ബാഹ്യമായ ലോകത്ത് ജോലിഭാരത്തിന്റെയും അതുപോലെ തന്നെ ഒട്ടേറെ പ്രയാസങ്ങൾക്കുമിടയിൽ നെടുവീർപ്പിട്ടുകൊണ്ട് ഒരാശ്വാസത്തിന് വേണ്ടി സന്ധ്യാസമയത്തും അല്ലാത്ത നേരത്തുമൊക്കെ മനുഷ്യന് തിരിച്ചു ചെല്ലേണ്ടുന്ന ഇടമാണ് അവന്റെ ഭവനങ്ങൾ. വീടുകളൊക്കെ സമാധാനത്തിന്റെ ഭവനങ്ങളായി മാറണം. വീടുകൾ ശാന്തി നികേതനങ്ങളായി മാറണം. അതിനെന്താണ് വേണ്ടത്? വീട്ടിലുള്ള മെമ്പർമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് മാത്രം ബോധവാന്മാരായാൽ പോരാ, ബാധ്യതകളെ കുറിച്ചുകൂടി ബോധവാന്മാരാകണം. ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും എല്ലാ അർത്ഥത്തിൽ ജീവിക്കുന്ന ആളുകളും അവരവർക്ക് കിട്ടാനുള്ളതിനെ കുറിച്ചാണ് വാചാലരാകുന്നത്. തൊഴിലാളി തനിക്ക് കിട്ടാനുള്ളതിനെ കുറിച്ച് ശബ്ദിക്കുന്നു. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലുമുള്ളവർ അവരവർക്ക് കിട്ടാനുള്ളതിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നു. തന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉണ്ടാകേണ്ട, താൻ കൊടുക്കേണ്ടുന്നത് എന്താണ് എന്ന് ആരും മനസ്സിലാക്കാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഭാര്യമാര് പരാതി പറയുന്നു,
എനിക്ക് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ കിട്ടുന്നില്ല. ഭർത്താക്കന്മാര് പരാതി പറയുന്നു, ഭാര്യമാരിൽ നിന്ന് കിട്ടേണ്ടുന്ന അവകാശം കിട്ടുന്നില്ല. പക്ഷേ അവർ മനസ്സിലാക്കാതെ പോയ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതേ ഭാര്യയ്ക്ക് ഭർത്താവിനോട് അങ്ങോട്ട് ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്. ഇതേ ഭർത്താവിന് ഭാര്യയോട് ഇങ്ങോട്ട് കാണിക്കേണ്ട ചില ബാധ്യതകളുണ്ട്. അത് രണ്ടും മനസ്സിലാക്കി കൊണ്ടുപോയാലേ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമാധാനാന്തരീക്ഷം ഗാർഹികമായ മേഖലയിൽ നിലനിർത്തിക്കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് കണിശമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി അത് പാലിച്ചിരുന്നയാളായിരുന്നു. ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തോട് നന്നായി വർത്തിക്കുന്നവനാകുന്നു. നല്ല വാക്കുകൾ പറയുകയും അതുപോലെ തന്നെ പുഞ്ചിരി പൊഴിക്കുന്ന മുഖവുമായി വീട്ടിൽ ഇടപെടുകയും അതുപോലെ തന്നെ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളിലും കൂടിയാലോചനകൾ നടത്തുകയും അങ്ങനെ സമൂഹത്തിൽ ഭാര്യയോടെന്തൊക്കെ കടപ്പാടുണ്ടോ, ഭർത്താവിനോടെന്തൊക്കെ കടപ്പാടുണ്ടോ അതൊക്കെ പാലിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴേ ഇസ്ലാം പറയുന്ന രൂപത്തിലുള്ള സമാധാനം പുലരുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വഅസിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ആ സ്ത്രീകളോട് വളരെ നല്ല നിലക്ക് വർത്തിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നു വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, ആ സ്ത്രീകൾക്ക് നിങ്ങളിൽ നിന്ന് കുറെ കിട്ടാനുണ്ട് അവകാശങ്ങൾ, അവർക്ക് നിങ്ങളോട് കിട്ടാനുള്ളത് പോലെ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാനുള്ളത് പോലെ എന്ന് പുരുഷന്മാരോട് ഇസ്ലാം കൃത്യമായി തന്നെ പറയുകയാണ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങുകയും ആ പിണക്കത്തിൻ്റെതായ പഴുത് വലുതാക്കിയിട്ട് അതേറ്റവും മാരകമായ തലാഖിൽ പോലും എത്തിച്ചു ചേർക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിൽ, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഏതോ ഒരു ഏഷണിയുടെ അടിസ്ഥാനത്തിൽ, അതല്ലെങ്കിൽ ഏതോ ഒരു അടിസ്ഥാനരഹിതമായ കിംവദന്തികളുടെ അടിസ്ഥാനത്തിലൊക്കെ ദമ്പതികളുടെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുന്ന പ്രവാസി സമൂഹത്തെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പലരും വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാൻ എന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന്. നമുക്കാദ്യം തിരിച്ചു ചോദിക്കാനുള്ളത്, ത്വലാഖ് ചൊല്ലാനുള്ള തീരുമാനമെടുക്കാൻ വരട്ടെ, എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രയാസം, എന്താണ് പറയാനുള്ളൊരു നിസ്സാരമായ സംഗതിയാണ്. നാട്ടിൽ പോയി വന്ന എന്റെ ഒരു സ്നേഹിതൻ അവളെക്കുറിച്ച് നല്ല അഭിപ്രായമല്ല പറഞ്ഞിട്ടുള്ളത് എന്നാണ്. നോക്കണം നിങ്ങൾ, ഇങ്ങനെ ഒരാളുടെ ഏതാനും ചെറിയ വാക്കുകൾ മുഖേന, നാട്ടിൽ നിന്ന് വരുന്ന ഒരു ഫോൺ കോൾ മുഖേന, അതല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന ഊഹാപോഹങ്ങൾ മുഖേന അറുത്ത് മുറിച്ച് കളയേണ്ടുന്നതല്ല സഹോദര ഇസ്ലാമിലെ ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത്. ആ ബന്ധം വളരെ സുദൃഢമായ കരാറാണ്, ഊഷ്മളമായ ബന്ധമാണ്. നിന്റെ മനസ്സിന് സമാധാനത്തിന്റെ ഏറ്റവും വലിയ പച്ചപ്പ് വിരിയിച്ചുകൊണ്ട് നിന്റെ മനസ്സിന് ആനന്ദം പകരാൻ നിന്റെ ഇണയാണ് ഉണ്ടാവുക എന്ന ഏറ്റവും വലിയ ബോധ്യത്തിൽ നിന്നാണ് ആ ബന്ധത്തിന്റെ സുദൃഢത എന്നെന്നും നിലനിർത്തേണ്ടത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈആ വയജഅല അല്ലാഹു ഫീഹി ഖൈറൻ കസീറാ. നിങ്ങൾ ആ സ്ത്രീകളെ ഏതെങ്കിലും കാര്യത്തിൽ വെറുത്താൽ, നിങ്ങളുടെ ഇണയോട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ വെറുപ്പ് തോന്നിയാൽ, നിങ്ങൾക്ക് ആ വെറുപ്പ് തോന്നുന്ന സംഗതി ഭൗതികമായ ഏതെങ്കിലും ഒരു കമ്മിയായിരിക്കാം, ഭൗതികമായിട്ട് അവൾക്കുള്ള ഏതെങ്കിലും ഒരു പോരായ്മയായിരിക്കാം. ആ പോരായ്മ അവൾക്കുള്ളത് ഒരുപക്ഷേ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, ആ പോരായ്മ ആ പെണ്ണിനുള്ളത് നിങ്ങൾക്കൊരു പക്ഷേ അതിൽ വലിയ ഖൈറുണ്ടായിരിക്കും. നമ്മൾ വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ പുരുഷന്മാരും ആഗ്രഹിച്ച നിലക്ക് 100% ഒത്തൊരു ഭാര്യയല്ല കിട്ടുക. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചാൽ ചില പോരായ്മകൾ ഭാര്യമാർക്കുണ്ടാകും. എല്ലാ ഭാര്യമാരും ആഗ്രഹിച്ച നിലക്കുള്ള 100% യോജിച്ചൊരു ഇണയല്ല പുരുഷനായി കിട്ടുക. പരസ്പരം ജീവിതം എന്ന് പറയുന്നത് നോവലുകളല്ല, മറ്റ് കഥകളല്ല. ജീവിതം പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. യാഥാർത്ഥ്യങ്ങളോടടുക്കുമ്പോൾ ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. അവിടെയാണ് ക്ഷമ കൈക്കൊള്ളേണ്ടത്. ചില സ്വഭാവങ്ങൾ അവരിൽ നിന്ന് നമുക്ക് അല്ലാഹുവിന് വെറുപ്പില്ലാത്ത നിലക്കുള്ള ചില സ്വഭാവങ്ങൾ അവരിൽ നമുക്ക് പിടിക്കുന്നില്ലെങ്കിലും അതിലൂടെ നമുക്ക് ഖൈറായിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ക്ഷമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഫ്റഖു മുഅ്മിനുൻ മുഅ്മിനതൻ
ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റളിയ മിൻഹാ ആഖർ. ഒരു സത്യവിശ്വാസിയും വിശ്വാസിനിയെ വെറുക്കരുത്. ഒരു മുഅ്മിനായ ഭർത്താവ് ഒരു മുഅ്മിനത്തായ പെണ്ണിനെ വെറുക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളിൽ നിന്ന് ഒരു സ്വഭാവം നിനക്ക് മോശമായി തോന്നിയാലും റളിയ മിൻഹാ ആഖറ, ഒട്ടേറെ സ്വഭാവങ്ങൾ നിനക്ക് നല്ലതും അവളിലില്ലേ, അത് നീ മനസ്സിലാക്കണം. സാരമായ കാര്യങ്ങൾ പർവ്വതീകരിച്ച് അത് ഊതിവീർപ്പിച്ച് ഊഷ്മളമായ ബന്ധം തകർത്ത് കളയരുത്. സുദൃഢമായ ഈ ഏറ്റവും വലിയ ബലിഷ്ഠമായ പാശം അറുത്ത് മുറിച്ച് കളയരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നു. 11 ഭാര്യമാരുമായിട്ട് ഏറ്റവും വലിയ സൗഹാർദ്ദം പങ്കിട്ട നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുമായി അവിടുന്ന് രാജ്യത്തിന്റെ നേതാവായിരുന്നിട്ടും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളുടെയും നായകനായിരുന്നിട്ടും ബാഹ്യലോകത്ത് ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളുടെ തിരക്ക് പിടിച്ച നേതാവായിരുന്നിട്ട് പോലും അവിടുത്തെ ഭാര്യമാരുടെ കൂടെ ഒരു ദിവസത്തിൽ അല്പനേരമെങ്കിലും എല്ലാ ഭാര്യമാരുടെയും കൂടെ ഇശാനിസ്കാരത്തിന്റെ ശേഷം ഒരുമിച്ചിരുന്ന് അവിടുന്ന് തമാശ പറയുകയും സംസാരിക്കുകയും കുശലാന്വേഷണങ്ങളും നടത്താത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ ഭാര്യമാര് റിപ്പോർട്ട് ചെയ്യുന്നു. അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു വെറുപ്പുള്ള കാര്യം കണ്ടാൽ, അവര് കോപിച്ചു എന്ന് കണ്ടാൽ, എരിതിയിൽ എണ്ണ ഒഴിക്കും പോലെ റസൂലുള്ള കോപിക്കാറില്ല. അവര് കോപിച്ചിരിക്കുന്നു എന്ന് കണ്ടാൽ അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു തമാശ എന്ന് പറയും, അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു പെരുമാറ്റം എന്ന് പറയും. അതല്ലാതെ ഒരു പിണക്കം ഒരിടത്ത് കാണുമ്പോൾ ആ പിണക്കത്തിന്റെ തീയിൽ എണ്ണ ഒഴിക്കുന്ന നിലക്ക് ആളിക്കത്തിക്കാതെ സൗഹാർദ്ദത്തിന്റെ ക്ഷമയുടെ സമീപനമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാൻ പൂർത്തിയാകണോ അക്മലുൽ മുഅ്മിനീന ഈമാനാ, സത്യവിശ്വാസികളിൽ ഈമാൻ സമ്പൂർണമായിട്ടുള്ള ആളുകൾ ആരാണ്? അഹ്സനുഹും ഖുലുഖാ, അവർ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ്. വഖിയാറുക്കും ഖിയാറുക്കും ലിനിസായിഹിം ഖുലുഖാ, പുറം ലോകത്ത് സൽസ്വഭാവം ഉണ്ടായാൽ പോരാ, പുറം ലോകത്തുള്ള ആളുകളോട് ബന്ധപ്പെടുമ്പോൾ സൽസ്വഭാവിയായാൽ പോരാ, അവിടെയും വേണം. വീട്ടിലെത്തിയാൽ വീട്ടിലെ മെമ്പർമാരോടും അത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുന്ന് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് പറയാണ്, അവരിൽ നിന്ന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ തന്നെ പ്രവാചകൻ അത് കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് വർത്തിക്കാറുണ്ടെന്നതിന്റെ ഉദാഹരണം സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ പറയുന്നു, ആയിഷ ഇന്നീ ലാ അഅരിഫു ഗദബകി വരിളാകി, നിനക്ക് കോപമുണ്ടാകുമ്പോ, നിനക്ക് സന്തോഷമുണ്ടാകുമ്പോ ഒക്കെ ഞാനത് മനസ്സിലാക്കാറുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബീവി ചോദിക്കുന്നു, വകൈഫ തഅരിഫു ദാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ കോപവും എന്റെ സംതൃപ്തിയുമൊക്കെ വേറെ വേറെ എങ്ങനെയാണ് അങ്ങ് മനസ്സിലാക്കാറുള്ളത്? സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുന്നു, ഇന്നകി ഇദാ കുൻതി റാദിയതൻ ഖുൽതി ബലാ വറബ്ബി മുഹമ്മദിൻ വഇദാ കുൻതി സാഖിതതൻ ഖുൽതി ലാ വറബ്ബി ഇബ്രാഹിം. നിനക്ക് ദേഷ്യം പൊടി നീ നല്ല തൃപ്തിയുള്ള നേരത്താണെങ്കിൽ നീ എന്നോടെന്താ പറയാ? ബലാ വറബ്ബി മുഹമ്മദിൻ എന്നാ പറയാ. മുഹമ്മദ് നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, അതേ നിങ്ങൾ പറഞ്ഞത് കാര്യമാണെന്നാ എന്നോട് പറയാ. അതേ അവസരത്തിൽ നിനക്ക് വല്ല വെറുപ്പും തോന്നിയാലോ, നീ കോപിക്കുന്ന വേളയിലാണെങ്കിൽ ലാ വറബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, അത് അംഗീകരിക്കൂല എന്നാണ് നീ പറയാറുള്ളത്. അവൻ നബിന്റെ പേരാണ്ട് ഒഴിവാക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ വളരെ സ്നേഹത്തോടെ പറയണ, അജൽ ലസ്തു ഉഹാജിറു ഇല്ല ഇസ്മക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് പറഞ്ഞൊരു സത്യമാണ്, ഞാൻ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. പക്ഷെ അപ്പോഴും ഖൽബിൽ എന്റെ മുഹമ്മദ് ഉണ്ട് കേട്ടോ, നിങ്ങളുടെ പേര് മാത്രമേ ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ, എന്റെ മനസ്സിൽ നിന്ന് അങ്ങ് പോകാറില്ല കേട്ടോ. ആ ഒരു സ്നേഹോഷ്മളമായ ബന്ധം അവർ രണ്ടുപേരും എന്ന് മാത്രമല്ല ആ എല്ലാ ഇണകളും തമ്മിൽ നിലനിർത്തി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല എത്ര തിരക്ക് പിടിച്ച നേതാവായിരുന്നിട്ടും അവിടുത്തെ ഭാര്യമാരെ വീട്ടിൽ സഹായിക്കുമായിരുന്നു. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വഭാവത്തെക്കുറിച്ച് ചോദിച്ചറിഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, കുടുംബത്തോടൊപ്പം ആവശ്യമായ ജോലികൾ ചെയ്യാൻ അവിടുന്ന് സഹായിക്കാറുണ്ട്. ഇദാ ഹദറത്തി സ്വലാത്തു ഖറജ ഇല സ്വലാ,
നിസ്കാരത്തിന്റെ സമയമായാൽ അവിടുന്ന് പെട്ടെന്ന് പള്ളിയിലേക്ക് പുറപ്പെടുകയും ചെയ്യും. ഒരു നിലക്കും സഹായിച്ചുകൂടാ, ഞാൻ അങ്ങനെ പറ്റുള്ളൂ എന്നൊന്നും വേണ്ട. ഏറ്റവും വലിയ ആ നിലക്ക് എല്ലാത്തിലും വളരെ താഴ്ന്ന് വിനീതനായിക്കൊണ്ടാണ് അവിടുന്ന് വീട്ടിൽ പെരുമാറിയത്. ഇതേപോലെ തന്നെ ഭാര്യമാരോടുള്ള ബന്ധം, ഭാര്യമാര് ഇങ്ങോട്ട് ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തെക്കുറിച്ചും ഇസ്ലാം പറയുന്നു. ഏറ്റവും നല്ല ഭാര്യ ആരായിരിക്കണം? ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ ആരാണ്? സ്വാലിഹത്തുകളായ പെണ്ണുങ്ങൾ. അവര് വളരെ ഭക്തകളാണ്. അദൃശ്യമായ കാര്യങ്ങളെ, അവരുടെ ചരിത്രത്തെ അവളെപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവളുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ സഹാബത്തിനെ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ചോദിക്കാണ്, അലാ ഉഖ്ബിറുക ബിഖൈരി മാ യക്നിസുൽ മറൂ. ഒരു മനുഷ്യന് കിട്ടുന്ന നിധികളിൽ ഏറ്റവും വലിയ നിധി ഏതാ ജനങ്ങളെ? ഒരു മനുഷ്യന് കിട്ടാവുന്ന നിധികളിൽ ഏറ്റവും വലിയ നിധി ഏതാണ് ജനങ്ങളെ? സഹാബത്തിനോട് റസൂലുള്ളാഹിയുടെ ചോദ്യം. എന്നിട്ട് നബി തങ്ങൾ തന്നെ മറുപടി പറയുന്നു, അൽ മർഅത്തു സ്വാലിഹ. സ്വാലിഹത്തായ ഒരു പെണ്ണിനെ കിട്ടലാണ്, സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ഇണയായി കിട്ടലാണ് ഏറ്റവും വലിയ നിധി. എന്താണ് ആ പെണ്ണിനുള്ള ഗുണം? 3 ഗുണമാണ്. ഇദാ നദറ ഇലൈഹാ, ഈ ഭർത്താവ് ആ പെണ്ണിനെ നോക്കുകയാണെങ്കിൽ, സർറത്തുഹു, ആ പെണ്ണി ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്ന പെരുമാറ്റമേ കാണിക്കൂ. എപ്പോഴും ഭർത്താവിന് സന്തോഷമുള്ള വേഷം, ഭർത്താവിന് സന്തോഷമുള്ള ആ നിലക്കുള്ള പെരുമാറ്റം. അങ്ങനെ ഭർത്താവ് അവളെ നോക്കുമ്പോഴൊക്കെ ഭർത്താവിന്റെ കണ്ണിനും മനസ്സിനും കുളിരുകോരിച്ചെരിയുന്ന പെണ്ണ്. വൈദാ അമറത്ഹാ വൈദാ അമറഹാ തഅതുഹു, ഭർത്താവ് അവളോട് വല്ലതും കൽപ്പിച്ചാൽ ആ പെണ്ണ് ആ ഭർത്താവിനെ അനുസരിക്കുന്നു, അനുസരണബോധമുള്ള പെണ്ണ്. വഇദാ ഗാബ അൻഹാ, ഭർത്താവ് അവളിൽ നിന്ന് മറഞ്ഞുപോയാൽ, ഭർത്താവ് വിദേശത്തായാൽ, ഭർത്താവ് സ്ഥലത്തില്ലാത്ത ഘട്ടത്തിൽ, ഹഫിളതുഹു, ഈ ഭർത്താവിനെ ആ പെണ്ണ് സൂക്ഷിക്കും. എന്ന് പറഞ്ഞാൽ തന്റെ ഭർത്താവിന് മാത്രം അനുവദിക്കപ്പെട്ട കാര്യങ്ങളുണ്ട്, അതിൽ ഒരു പുരുഷന്റെ കണ്ണയക്കാൻ പോലും സമ്മതിക്കൂല. ആ നിലക്ക് അവളുടേതായ പാതിവൃത്യത്തെ തങ്കം പോലെ, ജീവനേക്കാൾ അവൾ കാത്തു സൂക്ഷിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ ഒരർത്ഥത്തിൽ എല്ലാവരോടും ഇസ്ലാം പറയണേ, അനുസരണബോധം അവിടെയും വേണം, അതുപോലെ തന്നെ ഇവിടെയും വേണം. ഇസ്ലാം എപ്പോഴും ആ ഇണ എന്ന് പറയുന്ന സ്വഭാവത്തെയാണ് കാണുന്നത്. സൗഹാർദ്ദം, സ്നേഹം, കാരുണ്യം, അങ്ങനെ വിട്ടുവീഴ്ച, എല്ലാം ഏറ്റവും നല്ല രീതിയിൽ അവിടുന്ന് തന്നെ ഈ ലോകത്തോട് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഗാർഹികാന്തരീക്ഷങ്ങളിൽ, ഗൃഹാന്തരീക്ഷങ്ങളിൽ സമാധാനം നിലനിൽക്കാൻ ഭാര്യമാരും ഭർത്താക്കന്മാരും ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തരും അവരവർക്ക് കിട്ടേണ്ട ബാധ്യതകൾ അവരവർ ചെയ്തു തീർക്കേണ്ട ബാധ്യതകളും ഓർക്കണം, അവകാശങ്ങളെ ഓർക്കുന്നത് പോലെ. പടച്ചതമ്പുരാനെ ഭയപ്പെടുന്ന ഒരു ഭവനമായി എങ്കിൽ അത് മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് സമാധാനത്തിന്റെ കേന്ദ്രങ്ങളാകുന്ന നിലക്കുള്ള ഭവനങ്ങൾ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള സർവ്വ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പൊറുത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله. അല്ലാഹുവേ, സൂക്ഷിച്ചു ജീവിക്കണേ എന്നൊരിക്കൽ കൂടി എന്റെയും നിങ്ങളെയും ഉണർത്തുന്നു. സർവശക്തനായ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദാമ്പത്യ ജീവിതത്തിന്റെ കെട്ടുറപ്പിന് അനുസരണബോധം, അങ്ങുമിങ്ങും ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കൽ കാതലായ ഒരു മാനദണ്ഡമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇതിന് ബോൽബലകമായ ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്നേഹവും സൗഹാർദ്ദവും നിലനിൽക്കാൻ വേണ്ടി ഭാര്യ പറയുന്നത് എന്തും ഭർത്താവ് അംഗീകരിക്കാമോ? ഭർത്താവ് പറയുന്ന മുഴുകൽപ്പനകളും ഭാര്യ അനുസരിക്കാമോ? അതും കൂടി ചേർത്ത് വായിച്ചാലേ ഈ വിഷയത്തിന്റെ പൂർണ്ണത ലഭിക്കുകയുള്ളൂ. ഭർത്താവ് പറഞ്ഞത് കേട്ടോളണം എന്ന നിലയ്ക്ക് എന്തും ഭാര്യമാരോട് കൽപ്പിക്കാൻ അവകാശമില്ല. എന്റെ ഭർത്താവ് ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ ചെയ്തു തന്നോളണം എന്ന നിലയ്ക്ക് എന്തും ഭർത്താവിനോട് ചോദിക്കാനും ഭാര്യമാർക്ക് അവകാശമില്ല. ഇസ്ലാം ഒരു മാനദണ്ഡം നിശ്ചയിച്ചു. ലാ ത്വാഅത ലിമഖ്ലൂഖ് ഫീ മഅസിയത്തിൽ ഖാലിഖ്.
ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹുവിനോട് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചുകൂടാ. അത് ഇസ്ലാമിന്റെ കണിശ നിയമമാണ്. ഒരു ഭർത്താവിനും ഒരു ഭാര്യയോട് അനിസ്ലാമിക കാര്യത്തിൽ നിർബന്ധിക്കാൻ പാടില്ല. ഞാൻ നിന്റെ കെട്ടിയവനാ, ഞാൻ പറഞ്ഞത് കേട്ടോളണം എന്ന നിലയ്ക്ക് ഒരു പെണ്ണിനോടൊരു ഭർത്താവ് പറയുകയാണ്, നീ നിന്റെ ഈ മൂടവസ്ത്രം ഒഴിവാക്കണം, നീ നിന്റെ പർദ്ദ ഒഴിവാക്കണം. ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന വേഷമാണത്. അതുകൊണ്ട് നിന്നെയും കൂട്ടി ഞാൻ പുറത്തിറങ്ങണോ? നീ പർദ്ദ ഒഴിവാക്കിയിട്ട് ഒരു സ്റ്റൈലുള്ള മറ്റൊരു വേഷം ധരിക്കണമെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഈമാനുള്ള പെണ്ണും അതനുസരിക്കാൻ പാടില്ല തന്നെ. ഒരു ഈമാനുള്ള പെണ്ണും ഭർത്താവിനോട് അനുസരിക്കണമല്ലോ എന്നല്ലേ റസൂലുള്ള പറഞ്ഞത്, ഖുർആൻ അതല്ലേ പറഞ്ഞത് എന്ന നിലക്ക് ഒരു പെണ്ണും അതനുസരിച്ചുകൂടാ. കാരണം അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരാൾക്കും അനുസരിച്ചുകൂടാ. ഒരു പെണ്ണ് ആവശ്യപ്പെടുന്നു, എന്നെ നിങ്ങൾ സിനിമക്ക് കൊണ്ടുപോകണം, എന്നെ നിങ്ങൾ സംഗീത നിശക്ക് കൊണ്ടുപോകണം, എന്നെ നിങ്ങൾ ഇന്ന സ്ഥലത്തരാ ഇന്ന പരിപാടിയുണ്ട്, ഗായകന്മാരുടെ സംഘം ആടുന്നുണ്ട് പാടുന്നുണ്ട്, എന്നെ കൊണ്ടുപോകണം എന്ന് ഏതെങ്കിലും ഒരു പെണ്ണ് സ്നേഹത്തോടെ കൊഞ്ചിക്കുഴഞ്ഞൊരു ഭർത്താവിനോട് പറഞ്ഞാലും വീണുപോകരുത് ഭർത്താക്കന്മാരെ. ലാ താഅത ലിമഖ്ലൂഖ് ഫീ മഅസിയത്തിൽ ഖാലിഖി. ഖാലിഖായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചുകൂടാ. ഒരു ഭർത്താവ് പറയുകയാണ്, അല്ലെങ്കിൽ ഒരു ഭാര്യ ഒരു ഭർത്താവിനോട് നാട്ടിലെത്തിയപ്പോൾ പറയുകയാണ്, നിങ്ങൾ യാതൊരു പ്രയാസവും കൂടാതെ നിങ്ങൾ എന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജാറങ്ങളിലും കയറിയിട്ട് ഒന്ന് സിയാറത്ത് ചെയ്തോളാം, ജാറം മൂടിക്കോളാം, നേർച്ചയാക്കിക്കോളാം എന്നെനിക്ക് പ്രത്യേകമായ നേർച്ചയുണ്ട്, അംഗീകരിക്കണം പ്രിയപ്പെട്ടവരെ എന്നൊരു ഭർത്താവിനോട് ആവശ്യപ്പെട്ടാൽ ലാ താഅത ലിമഖ്ലൂഖ് ഫീ മഅസിയത്തിൽ ഖാലിഖി. ഖാലിഖായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിച്ചു പോകരുത്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ഭർത്താവിനോട് പറയുകയാണ് ഒരു പെണ്ണ്, നിങ്ങൾ ഈ നെരിയാണിക്ക് താഴെ പാന്റാക്കണം കുറച്ചുകൂടി, നിങ്ങൾ ഇങ്ങനെ വെട്ടി ചെറുതാക്കിയ പാന്റാണെങ്കിൽ അതിനെപ്പറ്റി പരിഹസിച്ചുകൊണ്ടൊരു പെണ്ണ് പറയുകയാണെങ്കിൽ, ഓ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, പെണ്ണിന്റെ പ്രീതിക്ക് വേണ്ടി അല്ലാഹുവിന് വെറുപ്പുള്ള സംഗതി വസ്ത്രം നെരിയാണിക്ക് താഴെ താഴ്ത്തി ഉടുക്കുന്ന ഹറാം ചെയ്തു പോകാൻ പാടില്ല കേട്ടോ. ഉദാഹരണങ്ങൾ എമ്പാടും ഇനിയും നിരത്താനുണ്ട്. ഇങ്ങനെ നിങ്ങൾ ഓരോന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു അനുവദിച്ച ഒരു സംഗതിയല്ലാതെ ഹറാമാക്കിയ ഒരു കാര്യത്തിന് ഭാര്യ പറഞ്ഞാൽ ഭർത്താവും കേട്ടുകൂടാ, ഭർത്താവ് പറഞ്ഞാൽ ഭാര്യയും അനുസരിച്ചുകൂടാ. കാരണം എല്ലാവരെക്കാളും അനുസരിക്കപ്പെടേണ്ടത് നമുക്ക് ചെന്ന് മറുപടി പറയാൻ വിധിക്കപ്പെട്ട നമ്മുടെ നാഥന്റെ കോടതിയാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിങ്കലേക്ക് നിങ്ങളെ മയക്കപ്പെടുന്ന, അല്ലാഹുവിങ്കലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്ന ദിവസത്തെ ഭയപ്പെട്ടോളണം ജനങ്ങളെ. അവിടെ എത്തുമ്പോ ഭാര്യ തുണയില്ല, ഭർത്താവ് തുണയില്ല, നമ്മുടെ അമല് മാത്രമാണ് നമുക്ക് തുണയുള്ളത്. ആ അമല് നന്നാക്കണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു. അത് ഗൗരവത്തോടെ എന്നോടും എന്റെ പ്രിയപ്പെട്ട എല്ലാവരോടും പറയുകയാണ്. എന്തും അനുസരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ഹറാമിനൊരിക്കലും ആരോടും സഹകരിച്ചു പോകരുത്. അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു കാര്യത്തിലും ഒരാൾക്കും വഴിപ്പെട്ടു പോകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഈമാനികമായ ദൃഢമായ ബോധം നമ്മിൽ എല്ലാവരിലും നിലനിർത്തിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ സർവ്വദോഷങ്ങളും അള്ളാഹു പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا واجر والدينا من النار. اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك. اللهم وفق ولاة امورنا لما تحبه وترضاه. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. اللهم اسقنا الغيث ولا تجعلنا من القانطين. اللهم اسقنا، اللهم اسقنا، اللهم اسقنا، اللهم اسقنا من بركات السماء وانبت لنا من بركات الأرض. اللهم إنا نسألك المغفرة والثواب لمن بنى هذا المسجد ولوالديه ولكل من عمل فيه صالحا وإحسانا. اللهم أدم على دولة الإمارات
الأمن والأمان وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.